എടി പോന്ന് ആ എന്റെ കണ്ണട കിട്ടിയല്ലോ. എങ്ങോട്ട് പോവും ഡെയിലി അല്ല, എല്ലാ സൺഡേയും രാവിലെ മുതൽ ഞാനും ഇവനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എങ്ങോട്ടെങ്കിലും പോവാം. പക്ഷെ എങ്ങോട്ട് പോവും അതറിയില്ല. അങ്ങനെ കഴിഞ്ഞ സൺഡേ രാവിലെ മുതൽ വൈകിട്ട് വരെ എങ്ങോട്ടും പോയില്ല. വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ആദ്യം പോയത് തലശ്ശേരിയുള്ള ലെൻസ് കാർട്ടിലേക്കായിരുന്നു. അവിടെ ബുക്ക് ചെയ്ത് വെച്ച് സ്പെക്സ് വാങ്ങി. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഡൗൺ ടൗൺ മാൾ ആയതുകൊണ്ട് നേരെ അങ്ങോട്ടേക്കോട്ടു. അവിടെ എത്തി വേറെ എങ്ങോട്ടും കറങ്ങി ചെയ്യാതെ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടുത്തെ ദോശ ഹബിലെ മസാല ദോശ ഏട്ടൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ഏട്ടനും ഹരിതയും കൂടി മസാല ദോശ വാങ്ങി. ഞാനും സാരംഗും കൂടി വെറൈറ്റി ദോശ പിടിക്കാമെന്നും പറഞ്ഞിട്ട് മെക്സിക്കൻ ഡിലൈറ്റ് പനീർ ദോശ, അങ്ങനെ തന്നെയാണ് തോന്നുന്നതിൻ്റെ പേര്, അത് വാങ്ങി. പിന്നെ ഫലൂദ വേൾഡിൽ പോയിട്ട് അവിടുന്ന് ഒരു മാംഗോ മൂസും ചോക്കോ ഹേസൽനട്ടും വാങ്ങി. ആമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാംഗോ മൂസ്. അങ്ങനെ അത് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളിയായിരുന്നു. ഓവർ മധുരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് ചോക്കോ ഹേസൽനട്ടായിരുന്നു. ചോക്കോ ഹേസൽനട്ടും കുഴപ്പമില്ല, അങ്ങനെ വലിയൊരു ടേസ്റ്റ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാനൊരു തിരമിസു കോൾഡ് കോഫിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതും കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ മസാല ദോശയും പനീർ ദോശയും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ മെക്സിക്കൻ ഡിലൈറ്റ് പനീർ ദോശ. അപ്പോൾ ആദ്യം തന്നെ ഞാനതങ്ങ് ടേസ്റ്റ് ചെയ്തു. എങ്ങനെ ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്പൈസി ആയിരുന്നു, അത്ര വലിയ സ്പൈസി ഒന്നുമില്ല. പിന്നെ എനിക്ക് സ്പൈസ് ടോളറൻസ് കുറച്ച് കുറവാണ്, പക്ഷേ എന്നാലും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു സ്പൈസി ആയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കോൾഡ് കോഫി വന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കോൾഡ് കോഫി ഞാൻ അങ്ങനെ കുടിക്കാറില്ല. പിന്നെ തിരമിസു എന്ന് കണ്ടപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ കൂടെയുള്ള സാൻഡ്വിച്ചും പിന്നെ ബർഗറും ഒക്കെ കട്ട് ചെയ്ത് പീസ് ആക്കിയിട്ടായിരുന്നു ഉണ്ടായത്. അതും മോശമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് മാക്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒന്നും വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞു. പിന്നെ താഴെ പോയി ഒന്ന് ഗ്രീൻസ് കയറി കുറച്ച് സാധനം വാങ്ങി. പിന്നെ ആമിനെ ഇതിൽ കയറ്റി ഒരു റൗണ്ട് ഓടിച്ചു. ആള് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതായിരുന്നു സൺഡേ പരിപാടി.